എക്സാലോജിക് CMRL മാസ്പടി കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ കണ്ണൂരിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധന പൂർത്തിയായി. പിണറായി വിജയന്റെ മരുമകനും MLA-യുമായ PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുളിയിലെ വീട്ടിലും ED സംഘം ഒരേ സമയം പരിശോധന നടത്തിയിരുന്നു. CMRL എക്സാലോജിക് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ED സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി തുടരുന്ന ഒന്നാണ് CMRL എക്സാലോജിക് കേസ്. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് CMRL എന്ന സ്വകാര്യ ഖനന കമ്പനി സേവനങ്ങളൊന്നും നൽകാതെ തന്നെ ലക്ഷക്കണക്കിന് രൂപ കൈമാറി എന്നതാണ് പ്രധാന ആരോപണം. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഏകദേശം 1.72 കോടി രൂപ മുതൽ 2.70 കോടി രൂപ വരെ ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നാണ് വിവിധ ഏജൻസികളുടെ കണ്ടെത്തൽ. ഇതിനെ തുടർന്ന് ഇൻകം ടാക്സ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവർ അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് 2024 ED കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ ED നടത്തുന്ന നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഹർജി തള്ളിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ കോടതി അനുമതി നൽകിയതോടെയാണ് ഇന്ന് പുലർച്ചെ തന്നെ ED പരിശോധനകൾ ആരംഭിച്ചത്. തിരുവനന്തപുരം, കണ്ണൂര്, കോഴിക്കോട് എന്നിങ്ങനെ സംസ്ഥാനത്തെ 10ഓളം സ്ഥലങ്ങളിൽ ഒരേ സമയമാണ് റെയ്ഡ് നടന്നത്. പിണറായി വിജയന്റെ കണ്ണൂരിലെ വസതിയിലും മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വസതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്കിടെ സംസ്ഥാനത്തുടനീളം CPM പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറിയത്. രാവിലെ റെയ്ഡ് ആരംഭിച്ച വിവരം അറിഞ്ഞതോടെ തന്നെ അതീവ രഹസ്യമായി എത്തിയ ഉദ്യോഗസ്ഥരെ തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി CPM പ്രവർത്തകർ വസതികൾക്ക് മുന്നിൽ തടിച്ചുകൂടുകയായിരുന്നു. കണ്ണൂരിലെ പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൂവി വിളിച്ച് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. EP ജയരാജൻ, MV ഗോവിന്ദൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തന്നെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകാൻ സ്ഥലത്തെത്തിയിരുന്നു. സമാനമായ രീതിയിൽ കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ കോട്ടുളിയിലെ വസതിക്ക് മുന്നിലും വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. അവിടെ പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരുടെ വാഹനം തടയാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചെങ്കിലും സ്ഥലത്തുണ്ടായിരുന്ന പ്രാദേശിക നേതൃത്വം ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയത് കൊണ്ടാണ് വലിയ അനിശ്ചിത സംഭവങ്ങൾ ഒഴിവായത്. റെയ്ഡ് നടപടികൾ മണിക്കൂറുകളോളം നീണ്ടുനിന്നതോടെ വസതികൾക്ക് മുന്നിൽ കാത്തുനിന്ന പ്രവർത്തകർക്ക് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഭക്ഷണം നൽകുന്നതും തണലൊരുക്കുന്നതുമായ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. റെയ്ഡ് പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി മടങ്ങുന്നതിനായുള്ള ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി CPM നേതാക്കൾ ED ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. EDയുടെ നടപടികളെ രാഷ്ട്രീയമായി നേരിടുമെന്നും ഏതൊരു സാഹചര്യത്തെയും പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ അണിനിരക്കുമെന്നും നേതാക്കൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ നൽകിയ വിവരപ്രകാരം കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കുറ്റകരമായ യാതൊരു രേഖകളോ ഉപകരണങ്ങളോ പിടിച്ചെടുത്തിട്ടില്ല. എന്നാൽ അന്വേഷണം തുടർന്നും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കേന്ദ്ര ഏജൻസി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണയെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അടിയന്തര നീക്കം നടത്തിയത്. ED സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നടത്തിയ റെയ്ഡുകൾക്ക് പിന്നാലെ CPM കേന്ദ്രങ്ങളിൽ നിന്നും നേതാക്കളിൽ നിന്നും അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ റെയ്ഡ് വെറും നിയമ നടപടിയല്ല, മറിച്ച് BJP RSS അജണ്ടയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ നീക്കമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി തുറന്നടിച്ചു. EDയെ മുൻനിർത്തി CPM-നെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പാർട്ടി ഉയർത്തുന്നത്. ഇതിനിടയിൽ പിണറായി വിജയനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ഡൽഹി കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വം പരോക്ഷമായി കൂട്ടുനിൽക്കുകയാണെന്നും VK സനോജ് ആരോപിച്ചു. ഇത്തരം വേട്ടയാടലുകൾ കൊണ്ട് CPM-ന്റെ അടിത്തറ ഇളക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച KK ശൈലജ കോൺഗ്രസും BJP-യും ഒത്തുകളിച്ചാണ് ഇത്തരം നടപടികൾക്ക് കളമൊരുക്കുന്നതെന്നും വിമർശിച്ചു. ഈ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടും എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പാർട്ടിയെ അസ്ഥിരപ്പെടുത്താനുള്ള ഏത് നീക്കത്തെയും രാഷ്ട്രീയമായി നേരിടുമെന്നും ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ പാർട്ടി തയ്യാറല്ലെന്നും CPM നേതൃത്വം ഒന്നടങ്കം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഈ കേസ് ഇപ്പോൾ മൾട്ടി ഏജൻസി അന്വേഷണത്തിന് വിധേയമായിരിക്കുകയാണ്. SFIU സമർപ്പിച്ച 160 പേജുള്ള കുറ്റപത്രത്തിൽ വീണയും
CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും ഉൾപ്പെടെ 25 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. 2025 ഏപ്രിലിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വീണയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഈ കേസ് നിയമപരമായും രാഷ്ട്രീയമായും വലിയ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നുപോകുന്നത്. കേസിൽ തുടർ നടപടികൾ ശക്തമാകുമ്പോൾ വരും ദിവസങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത.